Good morning. In today's session, we deal with Lesson 3, Part 1, Charter Documents of Companies. Lesson 3, Part 1, Charter Documents of Companies. Charter documents means the main documents based on which companies' operations are conducted. Among the charter documents, Memorandum of Association is the main document which sets out the constitution of a company and is therefore the foundation on which the structure of the company is built. It defines the scope of the company's activities and its relations with the outside world. According to Section 2, Subsection 56 of the Act, that is Companies Act 2013, memorandum means the memorandum association of a company as originally framed and altered from time to time in pursuance of any previous law or this Act, that is Companies Act 2013. Memorandum association എന്ന് പറയുന്നതാണ് ഒരു കമ്പനിയുടെ പേരെന്താണ്, കമ്പനിയുടെ ഡൊമിസൈൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, ഏത് കറസ്പോണ്ടൻസ് അഡ്രസ്സിലാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണത്, കമ്പനിയിലെ ക്യാപിറ്റൽ ഓതറൈസ് ചെയ്താക്കുന്ന ആകെ ക്യാപിറ്റൽ എത്രയാണ്, അതിൽ സബ്സ്ക്രൈബേഴ്സ് കമ്പനി തുടങ്ങുമ്പോൾ കമ്പനിയുടെ മെമ്പേഴ്സ് ആയിട്ട് പേര് വെച്ചിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എത്ര രൂപയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്, കമ്പനിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ, ഇങ്ങനെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ മാത്രം അടങ്ങിയ ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അപ്പൊ കമ്പനി ഏതായാലും ഏത് തരം കമ്പനി ആയാലും കമ്പനിക്ക് മെമ്മോറാണ്ടം അസോസിയേഷൻ നിർബന്ധമാണ്. മെമ്മോറാണ്ടം അസോസിയേഷൻ പ്രിപ്പയർ ചെയ്തിട്ട് ആ മെമ്മോറാണ്ടം അസോസിയേഷനിൽ മെമ്മോറാണ്ടം അസോസിയേഷന്റെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ടേബിൾ എ ആണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിന്റെ, ടേബിൾ ബി ആണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അതേപോലെ ടേബിൾ സി ആണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ, ടേബിൾ ഡി ആണ് അൺലിമിറ്റഡ് കമ്പനീസ്, ടേബിൾ ഇ ആണ് ലിമിറ്റഡ് കമ്പനീസ് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ, ലിമിറ്റഡ് കമ്പനീസ് ഹാവിംഗ് ഷെയർ ക്യാപിറ്റൽ. So, Memorandum of Association is the main document which contains 6 clauses. One clause is capital, second clause is its object, main object and its ancillary object. Third is capital. Fourth is liability. Fifth is subscription. And the last one is liability. So it contains 6 clauses. All these are to be duly filled in. This is one of the main document which is to be uploaded at the time of forming a company. Now, as per the latest version of MCA portal, MOA is called EMOA. Electronic format-ലാണ് MOA prepare ചെയ്യുന്നത്. അപ്പോൾ മെമ്മോറാണ്ടം അസോസിയേഷൻ ആണ് ചാർട്ടേഡ് ഡോക്യുമെന്റ്സിൽ ഒന്നാമത്തേത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയാണ്. സെക്ഷൻ 4 സബ്സെക്ഷൻ 1 ഓഫ് മെമ്മോറാണ്ടം അസോസിയേഷൻ ഓഫ് എ ലിമിറ്റഡ് കമ്പനി മസ്റ്റ് സ്റ്റേറ്റ് ദ ഫോളോവിങ്: നെയിം ഓഫ് ദ കമ്പനി. നെയിം ഓഫ് ദ കമ്പനി എന്ന് പറയുമ്പോൾ അത് പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ പബ്ലിക് ലിമിറ്റഡ് ആണോ. ഇപ്പൊ ഏത് കമ്പനി ആണെങ്കിലും ലിമിറ്റഡ് എന്ന വാക്ക് അവസാനം ഉണ്ടാവും. പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലും പബ്ലിക് ലിമിറ്റഡ് ആണെങ്കിലും ലിമിറ്റഡ് എന്ന വാക്ക് അവസാനം ഉണ്ടാവും. മറിച്ച് ഇപ്പൊ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ ലിമിറ്റഡ് എന്ന വാക്ക് അവസാനം വേണ്ട. നിധി കമ്പനി ആണെങ്കിൽ നിധി ലിമിറ്റഡ് എന്ന് വേണം. അപ്പോൾ പുതിയ കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് നെയിം ക്ലോസ് നോക്കുമ്പോൾ തന്നെ ഏതുതരം കമ്പനിയാണെന്ന് നോക്കുന്ന ആൾക്ക് ഏകദേശം മനസ്സിലാവും. സെക്ഷൻ 8 കമ്പനി എന്ന് പറയുന്ന കമ്പനിക്ക് ഈ ക്ലോസ് ബാധകമല്ല. സെക്ഷൻ 8 കമ്പനിക്ക് ദിസ് ക്ലോസ് ഷാൽ നോട്ട് അപ്ലൈ ഇൻ കേസ് ഓഫ് കമ്പനീസ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 8. സെക്ഷൻ 8 കമ്പനി
ഞാൻ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞ പോലെ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് in accordance with the provisions of Section 8 of Companies Act 2013. And the objective of this company is promotion of welfare of society like art, commerce, science. ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങൾ വെച്ചിട്ട് മാത്രം തുടങ്ങുന്ന കമ്പനിയാണ് സെക്ഷൻ 8 കമ്പനി. അപ്പോൾ ഒന്നാമത്തേത് നെയിം ഓഫ് ദ കമ്പനി, രണ്ടാമത്തെ ക്ലോസ് ദി രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി, സിറ്റുവേഷൻ ക്ലോസ് എന്ന് പറയും. സിറ്റുവേഷൻ ക്ലോസ്, ഡൊമിസൈൽ ക്ലോസ്, സിറ്റുവേഷൻ ക്ലോസ് ഓർ ഡൊമിസൈൽ ക്ലോസ്. ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡൊമിസൈല് കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ വേണമെന്നില്ല. കമ്പനി രജിസ്റ്റർ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ INC 22 എന്ന ഒരു ഇ ഫോം ഫയൽ ചെയ്ത് നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസ് കമ്പനിക്ക് തീരുമാനിക്കാവുന്നതാണ്. 30 ദിവസത്തിനുള്ളിൽ വേണം. 30 ദിവസം കഴിഞ്ഞാൽ അഡീഷണൽ ഫീസ് അടച്ച് ചെയ്യാം. മൂന്നാമത്തേത് ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. ഒബ്ജക്റ്റ് ക്ലോസ് മൂന്നാമത്തേത് ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. അപ്പോ ഇന്നത്തെ കമ്പനീസ് ആക്ടും ഇന്നത്തെ ഇന്ത്യയുടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സിനാറിയോ നോക്കിയാൽ ഈ ഒബ്ജക്റ്റ് എന്താണോ ആ ഒബ്ജക്റ്റ് അടങ്ങിയ ഒരു പേര് കമ്പനിക്ക് കണ്ടുപിടിച്ച് പേരിന് അപ്ലൈ ചെയ്താണ് കമ്പനി ഫോം ചെയ്യുന്നത്. കമ്പനി ഫോം ചെയ്യുന്നത് ഞാൻ സെക്കൻഡ് ചാപ്റ്ററിൽ ലെസണിൽ ഡീൽ ചെയ്തിട്ടുണ്ട്. കമ്പനി ഫോം ചെയ്യാനായിട്ട് ഞാൻ ഒന്നുകൂടി പറയാണ്. കമ്പനി ഫോം ചെയ്യാനായിട്ട് കമ്പനിയുടെ നെയിമിന് അപ്ലൈ ചെയ്യണം. നെയിം അപ്ലൈ ചെയ്ത് കിട്ടിയാൽ 20 ദിവസത്തിനുള്ളിൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ നടക്കണം. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ INC 32 അതാണ് ആപ്ലിക്കേഷൻ ഫോം ഫോർ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. അതായത് സ്പൈസ് പ്ലസ് എന്ന് പറയും. സ്പൈസ് പ്ലസ്, INC 32 സ്പൈസ് പ്ലസ്. സ്പൈസ് എന്നതിന്റെ ഫുൾ ഫോം ഉണ്ട്. ആ ഫുൾ ഫോമിൽ അത് എന്തിനാണ്? സിംപ്ലിഫൈഡ് പെർഫോമ ഫോർ ഇൻകോർപ്പറേറ്റിംഗ് എ കമ്പനി ഇലക്ട്രോണിക്കലി. അതാണ് സ്പൈസ് എന്ന് പറയുന്നത്. ആ സ്പൈസിന്റെ കൂടെ INC 33 മെമ്മോറണ്ടം അസോസിയേഷൻ ആണ്. ഈ മെമ്മോറണ്ടം അസോസിയേഷൻ INC 34 ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, INC 35 അജൈൽ പ്രോ എന്ന് പറയുന്നത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ GST രജിസ്ട്രേഷൻ എടുക്കാം, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, ടാൻ എടുക്കാം. ഇതുപോലെ അഡീഷണൽ ഫീച്ചേഴ്സ് കമ്പനി ഇൻകോർപ്പറേഷനിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഡയറക്ടേഴ്സിന് എല്ലാവർക്കും ഡിന്നിടും. കൂടാതെ INC 9 കൂടി വേണം. അഫിഡവിറ്റ് ബൈ ദ പ്രൊമോട്ടേഴ്സ് ഓർ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഓഫ് ദ കമ്പനി. Fourth clause is liability clause. Liability clause contain liability of the members of the company, whether limited or unlimited, etc. In the case of a company having share capital clause is there. And the last one is subscription clause. Subscription clause contains the name of subscribers affixed in the memorandum association of the company, and all these subscribers should subscribe for at least 1 share. മെമ്മോറണ്ടം അസോസിയേഷനിൽ തന്നെ എഴുതി വച്ചിരിക്കണം കമ്പനി ഫോം ചെയ്യുമ്പോൾ തന്നെ ആരൊക്കെയാണ് കമ്പനിയുടെ സബ്സ്ക്രൈബേഴ്സ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർ. മിനിമം 1 ഷെയർ എടുക്കണം, ഷെയർ ഉള്ള കമ്പനി ആണെങ്കിലും. ഇനി ഇതാണ് പ്രധാനപ്പെട്ട 6 ക്ലോസസ്. There are some other things to be dealt with regarding one person company. Name of the person who in the event of death of the subscriber shall become a member of the company. One person കമ്പനിയിൽ നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു പേഴ്സണേ ഉള്ളൂ. ഓണർ ആയിട്ടും ഡയറക്ടർ ആയിട്ടും ഒക്കെ ഒരു പേഴ്സൺ ആണ് ആദ്യം വരുന്നത്. അതിനുശേഷം അവർക്ക് വേണമെങ്കിൽ അഡീഷണൽ ഡയറക്ടേഴ്സിനെയൊക്കെ വെക്കാം. പക്ഷെ ഈ ഒരു പേഴ്സൺ കമ്പനിയുടെ ഓണർ ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് മനുഷ്യസഹജമായ മനുഷ്യനാണ്, നാച്ചുറൽ പേഴ്സൺ ആണെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കാം. അപ്പോ അയാൾക്ക് ഇൻ കേസ് ഓഫ് ഡെത്ത് സംഭവിച്ചാൽ അയാൾക്ക് പകരൊരാൾ വേണം. അത് ഈ നോമിനി ആയി വരും. അതിനാണ് നോമിനിയെ വെക്കേണ്ടത്. സബ്സ്ക്രൈബർ ആയിട്ട് വെക്കുന്ന ആ ഫസ്റ്റ് പേഴ്സന്റെ കൂടെ ഒരു നോമിനിയും കൂടി വെച്ചിരിക്കണം, നിർബന്ധമാണ്. സോ മെമ്പർ അസോസിയേഷൻ അണ്ടർ സെക്ഷൻ 4 read with the schedule 1 contains mainly how many clauses? 6 clauses. There are 6 clauses that must be there in the member association of a company. Name clause, situation clause, object clause, liability clause, capital clause, and subscription clause. The second document based upon which a company is formed is Articles of Association. Articles of Association is
The second main document of a company, while memorandum of association contains details regarding 6 things, that is capital, objective, etc. Articles of association contains the internal management of the company, contains provisions means articles regarding the internal management of the company. It is the bylaw in which the company is operating or needed to be operated. Articles of association അനുസരിച്ചാണ് ഒരു കമ്പനിയുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് അതനുസരിച്ചാണ്. ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി ആസ് ഒറിജിനലി ഫ്രെയിംഡ് ഓർ ആസ് ഓൾട്ടേർഡ് ഫ്രം ടൈം ടു ടൈം or applied in pursuance of any previous company law or of this act. It also includes the regulations contained in Table A in Schedule 1 of the Act insofar as they apply to the company. In terms of Section 5, Subsection 1, articles of a company shall contain regulations for management of the company. That's a point you should note. That is Section 5, Subsection 1 contains articles of a company contain regulations for management of the company. Memorandum of association laid down the scope and powers of the company. That's the main difference. Memorandum of association contains scope and powers of the company, while articles govern the ways in which the objects of the company are to be carried out. Scope and powers are mentioned in the memorandum of association of the company, and the ways in which these powers are exercised and the scope for exercising these powers, the ways in which the objects of the company are carried out, all these are framed in articles of association of the company. Each item of the administrative matters stated in the articles of association is called Article 1, Article 2, Article 3. So articles of association contains so many points or articles for the powers of director, the means of raising capital, convening board meeting, convening general meeting. All these things are contained in the articles of association of the company. According to Section 2, Subsection 5 of the Companies Act 2013, articles means the articles of association of a company. It's originally adopted. That means at the time of incorporating the company, there is an articles of association. And for the time being, in accordance with the needs of the company, the articles of association may be amended by passing necessary resolutions in the board meeting and general meeting if required. Articles of association contain the administrative matters, the ways in which the company's objects are to be achieved. And what do you know about the registration of articles? Section 7, Subsection 1 deals with the registration of articles. Articles of association must be registered. Section 7, Subsection 1 provides that at the time of incorporation of a company, the company shall file with the registrar within whose jurisdiction the registered office of the company is proposed to be situated. Company must register memorandum of association and articles of association of the company. And all these two documents must be duly signed by the directors. Directors, I mean, if all the promoters are directors, then all the directors. In other case, if there are 7 members, like in the case of a public limited company, or 10 members, like in the case of a producer company, all these subscribers whose names are affixed in the memorandum and articles must sign using their digital signature. അപ്പോൾ ആർട്ടിക്കിൾസിലും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലും ഡ്യൂലി സൈൻ ചെയ്യണം. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സും സൈൻ ചെയ്യണം. സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പേന ഉപയോഗിച്ച് സൈൻ ചെയ്യല്ല, ഇപ്പോ ഡിജിറ്റൽ സിഗ്നേച്ചർ അഫിക്സ് ചെയ്യാണ് വേണ്ടത്. Every type of company, whether public or private, and whether limited by shares or limited by guarantee, having share capital and not having a share capital, or an unlimited company, must register their articles of association. Register means register with the Ministry of Corporate Affairs.
ഫ്രണ്ട് ഓഫീസ്, ദാറ്റ് ഈസ് ROC, രജിസ്ട്രാർ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ROCയിൽ രജിസ്റ്റർ ചെയ്യണം. ROC ആണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഫ്രണ്ട് ഓഫീസ്. ROC വഴിയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യണത്. ഇപ്പൊ സെൻട്രലൈസ്ഡ് രജിസ്ട്രേഷൻ പ്രോസസ് ആണ്. ROC വഴിയാണെങ്കിൽ പോലും കമ്പനി രജിസ്ട്രേഷൻ സെൻട്രലൈസ് ചെയ്തിരിക്കുകയാണ്, MCA തന്നെ ചെയ്യണത്. അപ്പൊ ROC അപ്രൂവൽസ് ഒക്കെ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫർദർ ഡെവലപ്മെന്റ്സ് നിങ്ങളെ അറിയിക്കും. A company may adopt all or any of the regulations contained in the model articles applicable to the company. Like in the Memorandum of Association, there are different tables are given for framing articles of association, like table G, H, I, J. Table G, H, I and J in Schedule 1, Section 5, Subsection 6. Company limited by guarantee having share capital, or company limited by guarantee not having share capital, or unlimited company having share capital, or unlimited company not having share capital might adopt any of the appropriate regulations of table G, table H, table I or J respectively. Details will be discussed in coming chapters. നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനോ എഴുതി തയ്യാറാക്കി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കണമായിരുന്നു. ഇപ്പോ MCA സൈറ്റിൽ നിന്ന് തന്നെ ഈ MOA ഈ AOA ബൈ ഡീഫോൾട്ട് നമുക്ക് ഡൗൺലോഡ് ആവും. അതില് നമുക്ക് മാറ്റം വരുത്തേണ്ട പ്രൊവിഷൻസിൽ മാറ്റം വരുത്താം. അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് എൻട്രഞ്ച്മെന്റ്. എൻട്രഞ്ച്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർട്ടിക്കിൾസിൽ MCA തന്നെ നമുക്ക് തരുന്ന ബൈ ഡീഫോൾട്ട് ആയിട്ട് തരുന്ന ഈ ടേബിള് GH, IJ അങ്ങനെ തരുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്. ഒരു കമ്പനി എങ്ങനെയാണ് ഗവേൺ ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്ന എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് ഭാഗത്ത്, ആർട്ടിക്കിൾസിന്റെ ആദ്യ ഭാഗത്ത് ഈ കമ്പനീസ് ആക്ട് 2013 അതിന്റെ റൂൾസ് അനുസരിച്ചുമാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് എഴുതി ചേർക്കണം. അതുകൂടാതെ ആർട്ടിക്കിൾ 58 നമ്മൾ അവിടെ നമ്മുടെ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ള പേര് വെക്കണം. ഇത് കൂടാതെ എന്തെങ്കിലും ചെയ്യുന്നതാണ് എൻട്രഞ്ച്മെന്റ്. ഇത് രണ്ടും ആവശ്യമാണ്, ഇത് രണ്ടും നോർമൽ ചെയ്യുന്നതാണ്. അത് കൂടാതെ ആർട്ടിക്കിൾസ് ബൈ ഡീഫോൾട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിൽ പറയുന്ന പ്രൊവിഷൻസ് കൂടുതൽ സ്ട്രിക്റ്റർ ആക്കുകയാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു ഡിസിഷൻ എടുക്കുന്നത് ബൈ മെജോറിറ്റി ഓഫ് വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആക്കാം. അങ്ങനെ ഗവൺമെന്റ് തരുന്ന അല്ലെങ്കിൽ MCA തരുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലെ പ്രൊവിഷൻസ് കൂടുതൽ സ്ട്രിക്റ്റർ ആക്കാനേ പറ്റൂ, ലിബറൽ ആക്കാൻ പറ്റത്തില്ല. അതിന് പറയുന്ന പേരാണ് എൻട്രഞ്ച്മെന്റ് പ്രൊവിഷൻ. ആർട്ടിക്കിൾസ് മേ കണ്ടെയ്ൻ പ്രൊവിഷൻസ് ഫോർ എൻട്രഞ്ച്മെന്റ് ടു ദി എഫക്ട് ദാറ്റ് specified provisions of the articles may be altered only if conditions or procedures that are more restrictive than those applicable in the case of a special resolution are met or complied with. That is under section 5 subsection 3. The provisions for entrenchment referred to in section 5 subsection 3 shall be made either on formation of a company. Company form ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ entrenchment നടത്താം. ആർട്ടിക്കിൾസിലെ പ്രൊവിഷൻസ് കൂടുതൽ സ്ട്രിക്റ്റർ ആക്കാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് കമ്പനി ഫോം ചെയ്തതിനു ശേഷം ആർട്ടിക്കിൾസ് അമെൻമെന്റ് എന്ന പ്രോസസ്സിലൂടെ നമ്മൾ അതിന്റെ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ആർട്ടിക്കിൾസിലെ പ്രൊവിഷൻ റീപ്ലേസ് ചെയ്യുന്നതായിട്ട് ഒരു പേജോ ഒന്നിൽ കൂടുതൽ പേജസ് ഉണ്ടാക്കി പുതിയ ആർട്ടിക്കിൾസ് ഉണ്ടാക്കിയിട്ട് കമ്പനിയുടെ ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷനാണ് പബ്ലിക് കമ്പനിയിൽ, പ്രൈവറ്റ് കമ്പനിയിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ആ ബോർഡ് റെസൊല്യൂഷന്റെയും ജനറൽ മീറ്റിംഗിലെ റെസൊല്യൂഷന്റെയും രണ്ടൊന്നായിരിക്കും. അതിനകത്ത് അമെന്റ്മെന്റ് ജനറൽ മീറ്റിംഗ് നടത്തിയാൽ അത് അങ്ങനെയായിട്ട് മാറും. അപ്പൊ ഈ റെസൊല്യൂഷൻ നമ്മൾ ഗവൺമെന്റിൽ ഫയൽ ചെയ്യണം. റെസൊല്യൂഷൻ ഫയൽ ചെയ്യാനായിട്ട് നമുക്കൊരു ഫോം ഉണ്ട്, ഒരു ഫോം ഉണ്ട്, MGT 14 എന്ന് പറയുന്ന ഈ ഫോമിൽ ഈ റെസൊല്യൂഷൻ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ആർട്ടിക്കിൾസ് അവിടെ രജിസ്റ്റർ ആവും. കമ്പനി ഏത് തരമാണോ അതിനെ ആശ്രയിച്ച് നമ്മൾ മറ്റ് ഫോംസ് ഉണ്ടെങ്കിൽ അതും കൂടി ഫയൽ ചെയ്താൽ ഇത് MCAയിൽ രജിസ്റ്റർ ആവും, നമ്മുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആവും, പുതിയ ആർട്ടിക്കിൾസ് നിലവിൽ വരും. Where the articles contain provisions for entrenchment, whether made on formation or by amendment,
The company shall give notice to the registrar of such provisions in such a form and manner as may be prescribed. ഞാനത് പറഞ്ഞു കഴിഞ്ഞത് MJT-40 നമ്മളിത് കയറ്റിവിടുന്നത്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ് ആർട്ടിക്കിൾസിനെ സംബന്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആർട്ടിക്കിൾസ് പ്രിന്റഡ് ആയിരിക്കണം. ഇപ്പൊ എല്ലാം ഡിജിറ്റലാണ്. ഇത് പഴയ രീതി കമ്പനീസ് ആക്ട് പറഞ്ഞത് എടുത്ത് വായിക്കുന്നതാണ്. നേരത്തെയൊക്കെ നമ്മൾ ആർട്ടിക്കിൾസ് പേന കൊണ്ട് എഴുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കമ്പനീസ് ആക്ട് വരുന്ന കാലത്തൊക്കെ പേന കൊണ്ട് എഴുതുക, പ്രിന്റിങ്ങിന്റെ ബുദ്ധിമുട്ട്, ടൈപ്പിങ്ങിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യണം എന്നുള്ള നിർബന്ധമായിരുന്നു. പിന്നീട് ഇപ്പൊ ഡിജിറ്റലാണ്. ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് ബൈ ഡിഫോൾട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക ചെയ്യണത്. സൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഡയറക്ടേഴ്സ് സൈൻ ചെയ്യണം. മെമ്മോറണ്ടത്തിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സൈൻ ചെയ്യണം. ഇതിലെല്ലാത്തിലും തന്നെ ഈ പ്രൊഫഷണൽസ് സർട്ടിഫൈ ചെയ്യണം. അതായത് CA, CS, CMA ആരെങ്കിലും സർട്ടിഫൈ ചെയ്യണം. അപ്പൊ ആർട്ടിക്കിൾസിന്റെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ബൈ ഹാർട്ട് പഠിക്കുക. ആർട്ടിക്കിൾസ് മസ്റ്റ് ബി പ്രിന്റഡ്. ആർട്ടിക്കിൾസ് മസ്റ്റ് ബി ഡിവൈഡഡ് ഇൻടു പാരഗ്രാഫ്സ്. ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ 5 or 6 ലൈനോ വരാവുള്ളൂ. അല്ല, 6 പേജൊന്നും ഒരു പാരഗ്രാഫ് വരാൻ പാടില്ല. അതാണ് ഡ്രാഫ്റ്റിംഗിന്റെ നിയമം. നമ്പേർഡ് കൺസിക്യൂട്ടീവ്ലി ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 3 എന്ന് എഴുതണം. പിന്നീട് അമെൻഡ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്രാമത്തെ ആർട്ടിക്കിൾ നമുക്ക് പറയാനുള്ളതാണ്. ആർട്ടിക്കിൾ സ്റ്റാമ്പ് ചെയ്തിരിക്കണം. ആർട്ടിക്കിൾസ് സ്റ്റാമ്പ് ചെയ്തിരിക്കണം. സ്റ്റാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് ഇലക്ട്രോണിക് സ്റ്റാമ്പ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി നമുക്ക് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ അടച്ചാൽ മതി. സൈൻഡ് ബൈ ഈച്ച് സബ്സ്ക്രൈബർ ടു ദ മെമ്മോറാണ്ടം. സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അതിൽ സൈൻ ചെയ്തിരിക്കണം. ഡ്യൂലി വിറ്റ്നസ്ഡ് ആൻഡ് ഫൈൽഡ് അലോങ് വിത്ത് മെമ്മോറാണ്ടം. ഈ ഡ്യൂലി വിറ്റ്നസ്ഡ് എന്നുള്ളത് നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ഒരു ക്ലോസ് ആണ്. ഇപ്പോ ഈ ഡിജിറ്റൽ ഫോർമാറ്റ് വന്നതിന് ശേഷം ഈ വിറ്റ്നസിന്റെ ആവശ്യം ഇല്ല. അതിന് പകരം സർട്ടിഫിക്കേഷൻ മാത്രം മതി. The articles must not contain anything illegal or ultra vires in the memorandum, nor should it be contrary to provisions of the Companies Act 2013. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് റൂൾസ് 2014 അനുസരിച്ച് മാത്രമാണ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാവൂ, അത് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാവൂ. പിന്നെ അതിനെ കുറിച്ച് പിന്നീട് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് റൂൾസ് 2014 വിധേയമായിട്ട് മാത്രമായിരിക്കണം മെമ്മോറാണ്ടം ഉണ്ടാക്കുന്നത്. കാരണം കമ്പനീസ് ആക്ട് പ്രൊവിഷൻസിന് എഗൻസ്റ്റ് ആയിട്ട് മെമ്മോറാണ്ടത്തിൽ പ്രൊവിഷൻ വരാൻ പാടില്ല. ഈ മെമ്മോറാണ്ടത്തിലെ പ്രൊവിഷന് 6 ക്ലോസിന് അപ്പുറത്ത് ഇപ്പൊ ക്യാപിറ്റൽ വെച്ചേക്കുന്ന 10 ലക്ഷം, എന്നിട്ട് ആർട്ടിക്കിളിൽ നമ്മള് കമ്പനി 12 ലക്ഷം രൂപ റേസ് ചെയ്തു, അങ്ങനെ വരാൻ പാടില്ല. ആർട്ടിക്കിള് അല്ല, അത് വരണമെങ്കിൽ ആദ്യം മെമ്മോറാണ്ടം അമെൻഡ് ചെയ്യണം. അപ്പൊ ആർട്ടിക്കിൾസിൽ പറയുന്ന പ്രൊവിഷൻസ് എല്ലാം മെമ്മോറാണ്ടം അസോസിയേഷൻ നോക്കിയിട്ട് അതിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം. അപ്പോ ആർട്ടിക്കിൾസിലെ പ്രൊവിഷൻസ് ഷുഡ് ബി in accordance with the provisions of the Memorandum Association, and the provisions contained in both these chartered documents must also be in accordance with the provisions of Companies Act and the Companies Rules. Next, the question is contents of Articles of Association. Articles of Association എന്തൊക്കെ എഴുതാറുണ്ട്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇതിനകത്ത് എഴുതുന്നത്. കമ്പനിയുടെ സ്വന്തമായ പ്രവർത്തനത്തിന് ആവശ്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇതിനകത്ത് എഴുതുന്നത്. റൂൾസ് ആൻഡ് റെഗുലേഷൻ ആർട്ടിക്കിൾ അടങ്ങിയിരിക്കേണ്ട മാറ്റേഴ്സ് നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ടേബിൾ F പറയുന്ന പ്രൊവിഷൻസ് ആണ്. എക്സ്ക്ലൂഷൻ wholly or in part of table F. Adoption of preliminary contracts. Adoption of preliminary contracts. Preliminary contract means contracts that are entered into by the promoters of this company in connection with the incorporation of this company. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെ ആയിട്ട് എന്തെല്ലാം കോൺട്രാക്റ്റുകളാണ് വെച്ചിട്ടുള്ളത്, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം ആരൊക്കെ ആയിട്ട് എന്തെല്ലാം ഇടപാടുകളാണോ നടത്തിയിട്ടുള്ളത്, അതിന്റെ ആ എഗ്രിമെന്റുകളെ കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം, ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബോർഡ് മീറ്റിംഗ് 30 ദിവസത്തിനുള്ളിൽ വിളിച്ചു കൂട്ടണം. ആ ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ട് വേണമെങ്കിൽ
ഒരു 21 days നോട്ടീസ് കൊടുത്തിട്ട് ഒരു ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് ആ ജനറൽ മീറ്റിംഗിൽ അതിനെ റാറ്റിഫൈ ചെയ്യാം. റാറ്റിഫൈ ചെയ്താൽ മാത്രമേ പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്റ്റുകൾക്ക് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് all these contracts are in accordance with the provisions of articles, memorandum and the company law. Share capital is the third article. Share capital, details of share capital. Share capital എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പ്രധാനമായിട്ട് 3 തരം ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, വിത്ത് വോട്ടിംഗ് റൈറ്റ്, വിത്തൗട്ട് വോട്ടിംഗ് റൈറ്റ്സ്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ, വേരിയേഷൻ ഓഫ് റൈറ്റ്സ്, നമ്പർ ആൻഡ് വാല്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, allotment of shares, calls on shares, lien on shares, transfer and transmission of shares, nomination, forfeiture of shares, alteration of capital, buyback, share certificate, dematerialization, conversion of shares into stock, voting rights and proxies, meeting and rules regarding committees of the board, directors, their appointment and delegations of powers, nominee directors, issue of debentures and stocks, audit committee, managing director, part-time director, manager, secretary, chief executive officer, chief financial officer, managing director, part-time director, manager, chief executive officer, chief financial officer. Then 23rd, additional directors, seal mean con seal. നമ്മൾ സാധാരണ റബ്ബർ സ്റ്റാമ്പ് മതിയല്ലോ. സീല്, remuneration of directors, general meetings, proceedings at a general meeting, adjournment of meeting, board of directors, proceedings of the meeting, dividends and reserves, accounts and audit, winding up, indemnity, capitalization of profit, reserves, secrecy. ഇപ്പൊ 34 ആർട്ടിക്കിളാണ് ഞാൻ പറഞ്ഞത്. നോർമലി നമുക്ക് ഒരു ആർട്ടിക്കിൾസ് അസോസിയേഷൻ ഉണ്ടാക്കുമ്പോൾ ഏകദേശം 72-80 ക്ലോസസ് വെക്കാറുണ്ട്. അപ്പോൾ ഈ 72-80 ക്ലോസസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേപ്പറിൽ, അടുത്ത പേപ്പറിലും അമ്പരിലോരും പഠിക്കാനുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ആകും. അപ്പോൾ ഞാൻ ഈ 70-72 ക്ലോസ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അടങ്ങിയിരിക്കുന്നത് എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ സെറ്റിംഗ് അപ്പ് ബിസിനസ്സും അതുകൂടാതെ കമ്പനി ലോയിലേക്ക് കടക്കുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഡിവിഡൻഡ് ആൻഡ് റിസർവ്, അല്ലെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, വൈൻഡിങ് അപ്പ്, ഇതെല്ലാം തന്നെ ഓരോ ചാപ്റ്റർ ആയിട്ട് നമുക്ക് വരും. അപ്പോൾ വിശദമായിട്ട് പഠിക്കാം. ഞാനിപ്പോ ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. കൺസിസ്റ്റൻസി ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വിത്ത് കമ്പനീസ് ആക്ട് 2013. കൺസിസ്റ്റൻസി ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വിത്ത് കമ്പനീസ് ആക്ട്. നേരത്തെ മെമ്മോറണ്ടം അസോസിയേഷന്റെ കാര്യം പറഞ്ഞു. മെമ്മോറണ്ടം അസോസിയേഷൻ മസ്റ്റ് ബി ഫ്രെയിംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് കമ്പനീസ് ആക്ട് ആൻഡ് കമ്പനീസ് റൂൾസ്. ലൈക്ക് മെമ്മോറണ്ടം അസോസിയേഷൻ and its drafting, articles of association must also be drafted only in accordance with the Companies Act and the company's rules. Section 5 subsection 2d provides that articles shall also contain such matters as may be prescribed. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് ബൈ ഡിഫോൾട്ട് കമ്പനീസ് ആക്ട് പറഞ്ഞിട്ടുണ്ട്. ആ ടേബിളിൽ പറഞ്ഞിട്ടുള്ള, ടേബിൾ എഫ് ആണെങ്കിൽ ടേബിൾ എഫ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. അത് കുറച്ചുകൂടെ സ്ട്രിക്റ്റഡ് ആക്കാൻ മാത്രമേ കമ്പനി ലോ അനുവദിക്കുന്നുള്ളൂ. ദ പ്രൊവൈസോ, പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറയുന്നതാണ് ഈ പ്രൊവൈസോ എന്ന് പറയുന്നത്. ദ പ്രൊവൈസോ ടു സെക്ഷൻ 5 subsection 2 provides that nothing in that subsection shall be deemed to prevent a company from including any additional matters in its articles as may be considered necessary for its management. Section 5 subsection 8 provides that in case of any company which is registered after the commencement of Companies Act 2013, insofar as the registered articles of such a company do not exclude or modify the regulations contained in the model articles applicable to such a company, those regulations shall, so far as applicable, be the regulations of that company in the same manner and to the extent as if they were contained in the duly registered articles of the company. ഈ സെക്ഷൻ 5ന്റെ സബ്സെക്ഷൻ 8 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഏതുതരം കമ്പനിയാണെങ്കിലും കമ്പനീസ് ആക്ട് 2013 വന്നതിന് ശേഷം ഒരു ആർട്ടിക്കിൾസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയുടെ ആ രജിസ്റ്റർ ചെയ്യുന്ന ആർട്ടിക്കിൾസിൽ
എക്സ്ക്ലൂഡ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ പറ്റൂല റെഗുലേഷൻസ്. നേരത്തെ പറ്റുമായിരുന്നു. കമ്പനീസ് ആക്ട് 2013 വരുന്നതിന് മുമ്പ് ആർട്ടിക്കിൾസ് നമുക്ക് യുക്തമായ രീതിയിൽ ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റും സ്റ്റാൻഡേർഡ് ആർട്ടിക്കിൾസും നമുക്ക് തരുന്നുണ്ട്. നമുക്ക് അത് എടുക്കാനേ പറ്റൂ. അതിലെ പ്രൊവിഷൻസിൽ നമുക്ക് എൻട്രഞ്ച്മെന്റ് മാത്രമേ സാധിക്കുള്ളൂ. മനസ്സിലാക്കുക. സെക്ഷൻ 5 സബ്സെക്ഷൻ 8 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ഇപ്പൊ ഒരു കമ്പനിക്ക് യുക്തമായ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അതിനെ കമ്പനീസ് ആക്ട് അനുവദിക്കുന്നില്ല. സെക്ഷൻ 5 സബ്സെക്ഷൻ 8 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബൈ ഡീഫോൾട്ട് ആയിട്ട് കമ്പനീസ് ആക്ട് കൊടുക്കുന്ന ആർട്ടിക്കിൾസും മെമ്മോറണ്ടം ഉണ്ട്. അതില് വേണ്ടതായ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മാത്രം നമുക്ക് എൻട്രഞ്ച്മെന്റ് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രൊവിഷൻ സ്ട്രിക്റ്റ് ആക്കാനേ പറ്റുള്ളൂ. അഡീഷനോ അല്ലെങ്കിൽ ഡിലീഷനോ മോഡിഫിക്കേഷനോ ഇല്ല. അതിൽ നിന്ന് ഒരു പോയിന്റ് ഒഴിവാക്കൽ ബുദ്ധിമുട്ടാണ്. അതുപോലെ അതിൽ കൂട്ടിച്ചേർക്കലും മാറ്റം വരുത്തലും ബുദ്ധിമുട്ടാണ്. അതിന് അനുമതി വേണം. ROC അല്ലെങ്കിൽ RD അല്ലെങ്കിൽ MC അനുവദിക്കണം. ഗവൺമെന്റ് അപ്രൂവ് ഇല്ലാതെ സാധിക്കത്തില്ല. ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സോടെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാലൊന്നും അത് നിയമാവില്ല. കാരണം ഒരു റെസൊല്യൂഷനും നിലനിൽക്കണമെങ്കിൽ അത് കമ്പനീസ് ആക്ടിന് വിധേയമായിട്ട് മാത്രമായിരിക്കണം. അത് മാത്രം ഓർത്താൽ മതി. അപ്പൊ കുറെ കാര്യങ്ങൾ എളുപ്പമാവും. കമ്പനീസ് ആക്ടിന് വിധേയമായിട്ടുള്ള ഡിസിഷൻസ് മാത്രമേ കമ്പനിക്ക് നടപ്പാക്കാൻ പറ്റൂ. സെക്ഷൻ 6 എടുത്തു പറയുന്നുണ്ട്. സെക്ഷൻ 6 സബ്സെക്ഷൻ A പറയുന്നുണ്ട്, ഈ ആക്ടിൽ പറയുന്ന പ്രൊവിഷൻസിന് എഫക്ട് ഉണ്ടാവുന്നത് നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് ടു ദ കോൺട്രറി കണ്ടെയ്ൻഡ് ഇൻ ദ മെമ്മോറാണ്ടം ഓർ ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി. ഞാൻ ഇതുവരെ പറഞ്ഞതാണ്. ഈ കമ്പനി പാസ്സാക്കുന്ന എല്ലാ റെസൊല്യൂഷൻസും നിങ്ങൾക്കറിയാം, ഒരു കമ്പനിയുടെ തീരുമാനം എടുക്കേണ്ടത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഈ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുക്കുന്ന തീരുമാനത്തിന് പ്രാബല്യം വരുന്നത്, നിയമപരമായി അത് വാലിഡ് ആകുന്നത് അവരെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ജനറൽ മീറ്റിംഗ് ആയതുകൊണ്ടാണ്. ഫസ്റ്റ് ഡയറക്ടേഴ്സിന് മാത്രമാണ് കമ്പനി ഫോം ചെയ്യുമ്പോഴുള്ളൂ. ഈ ഡയറക്ടേഴ്സ് പിന്നെ റിട്ടയർമെന്റ് റൊട്ടേഷൻ ആണ്. അത് ജനറൽ മീറ്റിംഗിലാണ് പിന്നീട് അപ്പോയിന്റ്മെന്റ് വരുന്നത്. അപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഇല്ലാത്ത അധികാരങ്ങൾ ജനറൽ മീറ്റിംഗിൽ വിളിച്ച് ജനറൽ മീറ്റിംഗ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് മീറ്റിംഗിന്റെ തീരുമാനങ്ങളും ജനറൽ മീറ്റിംഗിന്റെ തീരുമാനങ്ങളും കമ്പനീസ് ആക്ടിന്റെയോ ഈ കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷന്റെയോ പവറിന് അപ്പുറത്താവാൻ പാടില്ല, ബിയോണ്ട് ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ്. an act which is beyond the power given to the company through its memorandum and articles and even the Companies Act and the company rules is called Ultra Vires Act. An Ultra Vires Act is an act which is void ab initio. Ultra Vires is void. An act which is Ultra Vires is void. It is not binding a company. അൾട്രാ വയർ ആക്ട് ആണെങ്കിൽ കമ്പനിക്ക് അതിന് ബൈൻഡിങ് അല്ല. കമ്പനി കാനോട്ട് മേക്ക് ഇറ്റ് വാലിഡ്. എല്ലാ മെമ്പേഴ്സും 1000 മെമ്പേഴ്സ് ഉള്ള കമ്പനിയിൽ 1000 മെമ്പേഴ്സ് ഏകകണ്ഠമായിട്ട് ശരിയെന്ന് പറഞ്ഞാലും അത് ശരിയല്ല. മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുള്ളതിനപ്പുറത്ത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അവകാശമില്ല. ജനറൽ റൂൾ ഈസ് ദാറ്റ് ദ ആക്ട് വിച്ച് ഈസ് അൾട്രാ വയേഴ്സ് ദ കമ്പനി ഈസ് ഇൻകേപ്പബിൾ ഓഫ് റാറ്റിഫിക്കേഷൻ. കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എടുത്ത ഒരു ആക്ട്, ഒരു ഡിസിഷൻ, ഒരു കോണ്ടക്ട് അവരുടെ കമ്പനീസ് ആക്ടിൽ പറയാത്തതിന് അപ്പുറത്താണ്, മെമ്മോറാണ്ടത്തിൽ പറയാത്തതിന് അപ്പുറത്താണ്. അങ്ങനെയാണെങ്കിൽ അത് അൾട്രാ വയർ ആക്ട് ആണ്. അത് ജനറൽ മീറ്റിംഗിന് റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ മീറ്റിംഗിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സും അതിനെ സമ്മതിച്ചു, അത് ശരിവെച്ചാലും അത് ശരിയാവൂല. പക്ഷേ an act which is intra-vires the company but outside the authority of the directors may be ratified. മെമ്മോറാണ്ടം അസോസിയേഷൻ അനുസരിച്ച് കമ്പനിക്ക് ചെയ്യാവുന്ന കാര്യം കമ്പനി ചെയ്തോളൂ, ഡയറക്ടേഴ്സ് ചെയ്തോളൂ. പക്ഷെ അത് ചെയ്യാൻ ഡയറക്ടേഴ്സിന് അധികാരം കൊടുത്തിരുന്നില്ല, പവർ കൊടുത്തിരുന്നില്ല. പക്ഷെ അങ്ങനെ ചെയ്ത കാര്യങ്ങൾ വേണമെങ്കിൽ അത് കമ്പനീസ് ആക്ടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആയതുകൊണ്ട്, മെമ്മോറാണ്ടം അസോസിയേഷന്റെ ഉള്ളിൽ നിന്നും ആയതുകൊണ്ട് ആ പവർ ഇനി വീണ്ടും കൊടുത്താൽ മതി. കൊടുക്കാത്ത പവർ കൊടുത്ത് അത് ജനറൽ മീറ്റിംഗ് റാറ്റിഫൈ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഇൻട്രാവയർ ആക്ട് എന്ന് പറയുമ്പോൾ വിത്തിൻ ദ മീനിങ്, വിത്തിൻ ദ ലോ, വിത്തിൻ ദ മെമ്മോറാണ്ടം, വിത്തിൻ ദ ആർട്ടിക്കിൾ ആൻഡ് വിത്തിൻ ദ കമ്പനീസ് ആക്ട്, ബട്ട് ബിയോണ്ട് ദ പവർ ഗിവൺ ടു ദ ഡയറക്ടേഴ്സ് ഇറ്റ് ക്യാൻ ബി റാറ്റിഫൈഡ്. Next is loans, borrowings, guarantees and ultra vire rule. Loans, borrowing, guarantees and ultra vire rule. Company require sufficient fund for its day-to-day operations. So normally a company wants to borrow money.
But these borrowings, loan taking or a guarantee given, all these are equal to borrowing. It must be in accordance with the Companies Act. An ultra-wire borrowing does not create a debt-equity relationship. If the company has given power by the Companies Act to borrow, then it can borrow. It can take a loan. It can borrow money. It can give guarantee. But it must be within the meaning of within the provisions of the Act. If the Act prohibit borrowing by a company, the company has no power to borrow. A company had accepted a deposit from outsiders which was outside the scope of memorandum. When the company was ordered to be wound up, a question was raised whether the depositors were creditors of the company. Other contributors could be asked to contribute towards the payment of deposit. The court held that relation between the company and the depositors was not that of debtor and creditor. But if the lender had lent the amount for discharging lawful expenses, he may record them. അപ്പൊ നിയമവിധേയമായിട്ടല്ല, നിയമപ്രകാരമല്ലാതെ ഡെപ്പോസിറ്റ് എടുക്കാൻ അധികാരമില്ലാത്ത ഒരു കമ്പനി ഡെപ്പോസിറ്റ് എടുത്തിട്ട് കമ്പനി നിർത്തേണ്ട ഒരു അവസ്ഥ വന്നാൽ, അപ്പോ ഡെറ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് അനുസരിച്ച് ഈ കമ്പനി എടുത്ത പണം, കമ്പനി ഡെറ്റർ പണം കൊടുത്ത ആള് അല്ലെങ്കിൽ സ്ഥാപനം ക്രെഡിറ്റർ എന്നുള്ളത് ബാധകമല്ല അവിടെ. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ കോടതി വിധിയിൽ പറയുന്നുണ്ട്. അതായത് കമ്പനിയുടെ അത്യാവശ്യം ചെലവുകൾക്ക് പൈസ എടുത്തു, ഒരാൾക്ക് അസുഖം വന്നപ്പോ അയാൾ മരുന്ന് മേടിക്കാൻ പൈസ മേടിച്ചു പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ അത്യാവശ്യം കാര്യത്തിന് കമ്പനി വായ്പ എടുത്തതാണ്, അത് ജെന്യുവൻ ആയിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനാണെങ്കിൽ ആ എമൗണ്ട് കൊടുത്തയാൾക്ക് റിക്കവർ ചെയ്യാന്ന് പറയണം. അല്ലാതെ കമ്പനി എടുത്തതാണെങ്കിൽ അത് അയാൾക്ക് റിക്കവർ ചെയ്യാനായിട്ട് കമ്പനീസ് ആക്ട് പ്രൊവിഷനില്ല, മറ്റു ലോ നോക്കേണ്ടി വരും. Whether a transaction is ultra-vires, the company can be decided on the basis of the following. If a transaction entered into by a company falls within the object, it is not ultra-vires. That is not void. കമ്പനിയുടെ ഒബ്ജക്റ്റിന് അകത്ത് നിന്നുകൊണ്ടാണ് കമ്പനി ബോറോ ചെയ്തതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ആൻ അൾട്രാവയർ ആക്ട്, ഇറ്റ് ഈസ് ഇൻട്രാവയർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വോയിഡ്. But if it outside the capacity, company borrow money outside its capacity and it is borrowed not for the purpose of meeting its objection, then it is ultra-vire. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നോക്കണ്ടേ. കമ്പനിയുടെ ഒബ്ജക്റ്റിനകത്ത് നിന്നുകൊണ്ടാണ് ഈ പണം ഉപയോഗിക്കുന്നതെങ്കിൽ അത് വോയിഡ് അല്ല. പക്ഷെ കമ്പനിയുടെ ഒബ്ജക്റ്റിനകത്ത് നിന്നുകൊണ്ടല്ല, മറ്റാവശ്യങ്ങൾക്കാണെങ്കിൽ അത് വോയിഡ് ആണ്. അപ്പൊ കമ്പനിയുടെ പവർ അബ്യൂസ് ചെയ്യാനാണ് ഈ അൾട്രാവയർ ട്രാൻസാക്ഷൻ നടത്തിയതെങ്കിൽ, കമ്പനിക്ക് ഇല്ലാത്ത പവറാണ് കമ്പനി എക്സർസൈസ് ചെയ്തെങ്കിൽ, such a transaction will be set aside by the shareholders and even ratification by the shareholders would not validate the act done beyond the authority of the company itself. കമ്പനിക്ക് അതിന് അതോറിറ്റി ഇല്ല. കമ്പനിയുടെ അതോറിറ്റിക്ക് അപ്പുറത്താണെങ്കിൽ ഇതിനെ അൾട്രാവയർ ആക്ടായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഇംപ്ലോയിഡ് പവേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആർട്ടിക്കിൾസിൽ എഴുതിയിട്ടില്ല, മെമ്മോറണ്ടത്തിൽ എഴുതിയിട്ടില്ല. കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദൈനംദിന ആവശ്യങ്ങൾക്ക് ചില ട്രാൻസാക്ഷൻസ് കമ്പനിയുടെ മാനേജ്മെന്റ് നടത്തും. അതിനുള്ള പവറാണ് ഇംപ്ലോയിഡ് പവർ എന്നുള്ളത്. പവർ എക്സർസൈസ് ബൈ കമ്പനി ആർ ടു ബി കൺഫൈൻഡ് ടു ദി ഒബ്ജക്ട്സ് വിച്ച് ആർ ഇൻ ദി മെമ്മോറണ്ടം. ഈ മെമ്മോറണ്ടം ഓഫ് സൊസൈറ്റിയിൽ ഒബ്ജക്റ്റ് ക്ലോസ് വെച്ചേക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. കമ്പനി ഏത് ഉദ്ദേശത്തിനാണ് പ്രവർത്തിക്കുന്നത് അത് ലീഗലാണ്, അതിന് രജിസ്ട്രേഷൻ കിട്ടിയേക്കുന്നതാണ്. അപ്പൊ ആ ഒബ്ജക്ട് അനുസരിച്ച് കമ്പനി പ്രവർത്തിക്കാൻ ആവശ്യമായ ട്രാൻസാക്ഷൻസ് കമ്പനിക്ക് നടത്താം. അതെല്ലാം തന്നെ ആർട്ടിക്കിൾസ് എഴുതി വെക്കാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല, മെമ്മോറണ്ടത്തിൽ എഴുതി വെക്കാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല. The object are to be specified. The powers exercisable in respect of them may be express or implied and need not be specified. Every company may necessarily possess certain powers which are implied, such as a power to appoint and act through agents, and where it is a trading company, a power to borrow and give security for the purposes of its business, and also a power to sell. അപ്പോൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉള്ള അധികാരങ്ങൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതെ അതിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതിന് ലിമിറ്റ് വെക്കാം. എത്ര രൂപ വരെയുള്ള പർച്ചേസ് ട്രാൻസാക്ഷൻസ്, സെയിൽ ട്രാൻസാക്ഷൻസ് ഒരു കമ്പനിയുടെ ബോർഡിന് ചെയ്യാം. അത് കൂടുതൽ വേണമെങ്കിൽ ജനറൽ മീറ്റിംഗ് വിളിക്കണം. മാത്രമല്ല അതിന്റെ പ്രൊവിഷൻസ് എല്ലാം ആർട്ടിക്കിൾസിൽ എഴുതി വെക്കാവുന്നതാണ്. ആർട്ടിക്കിൾസ് ഉണ്ട്, അത് എൻറ്റർ ചെയ്യാവുന്നതാണ്. ഇംപ്ലോയിഡ് അല്ലാത്ത പവറിന്റെ ലിസ്റ്റിൽ പറയുന്നത് ഒരു കമ്പനിക്ക് പ്രത്യേക അനുമതി ഇല്ലാതെ ചെയ്യാൻ കഴിയാത്തത് എന്തൊക്കെയാന്ന് ചോദിച്ചാല്,
അക്വയറിങ് എനി ബിസിനസ്, കമ്പനിക്ക് ഒരു കമ്പനിയെ വാങ്ങണം, അല്ലെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പിനെ വാങ്ങണം, അല്ലെങ്കിൽ പാർട്ണർഷിപ്പിനെയോ മറ്റു ഫോം ഓഫ് ബിസിനസിനെ വാങ്ങണം. അക്വയറിങ് എനി ബിസിനസ് സിമിലർ ടു ദ കമ്പനീസ് ഓൺ ബിസിനസ്. അത് ഒബ്ജക്ട് ക്ലോസിൽ പറഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പവേഴ്സ് ഹാവ് ബീൻ ഹാൽഡ് നോട്ട് ടു ബി ഇംപ്ലൈഡ്. അപ്പൊ കമ്പനിയുടെ ഒബ്ജക്ട് ക്ലോസിൽ ഇങ്ങനെ കമ്പനിക്ക് അക്വയർ ചെയ്യാം. സാധാരണ നമ്മൾ ഒബ്ജക്ട് ക്ലോസ് വെക്കുമ്പോൾ ഇങ്ങനെ വെക്കാറുണ്ട്, അക്വയറിങ് എനി ബിസിനസ് എന്ന് വെക്കാറുണ്ട്. എന്ററിങ് ഇൻടു ആൻ എഗ്രിമെന്റ് വിത്ത് അതർ പേഴ്സൺ, entering into an agreement with other person, taking shares in other companies, taking shares of other companies. ഇത് സാധാരണ രീതിയിൽ നമ്മൾ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിലെ മെയിൻ ഒബ്ജക്റ്റിൽ വെച്ചിട്ട് ആൻസിൽ ഒബ്ജക്റ്റിലേക്ക് കയറ്റി വെക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ എപ്പോഴും മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കേണ്ടവർ. ടേക്കിംഗ് ഷെയർസ് ഓഫ് അതർ കമ്പനീസ്, പ്രൊമോട്ടിംഗ് അതർ കമ്പനീസ്, എ പവർ ടു സെൽ ഡിസ്പോസ്. കമ്പനിയുടെ അസറ്റ് വിൽക്കണം, കമ്പനിയുടെ ചില യൂണിറ്റുകൾ വിൽക്കണം. ഒരു കമ്പനിക്ക് തന്നെ പല ഫാക്ടറികളോ യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വിൽക്കണം. അതിനെല്ലാം തന്നെ എഴുതി വെക്കണം, പ്രൊവിഷൻ എഴുതി വെക്കണം. അപ്പൊ ആ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒബ്ജക്ട് ക്ലോസിൽ നമ്മൾ ആവശ്യത്തിന് ഈ ക്ലോസസ് വെക്കുകയാണെങ്കിൽ അത് പവർ ഉണ്ട്, അത് അവിടെ പവർ സ്പെസിഫൈഡ് പവേഴ്സ് ഉണ്ട്. അല്ലാതെ ഇത് ഇംപ്ലോയിഡ് പവർ ആയിട്ട് എടുക്കാൻ പാടില്ല. എ പവർ ടു യൂസ് ഫണ്ട്സ് ഫോർ പൊളിറ്റിക്കൽ പർപ്പസസ്, രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഫണ്ട് ഉപയോഗിക്കുക, ഗിഫ്റ്റ് ഡൊണേഷൻ കൊടുക്കുക, പിന്നെ ആക്ടിങ് ആസ് എ ഷുവർട്ടി ഓർ ഗ്യാരണ്ടർ. ഷുവർട്ടി ആവുക അല്ലെങ്കിൽ ഗ്യാരണ്ടർ ആവുക എന്ന് പറഞ്ഞാൽ പണം കൊടുക്കുന്നതിന് തുല്യമാണ്. കാരണം ഷുവർട്ടി ആയി കഴിഞ്ഞിട്ട് ആ കമ്പനി ആ പണം കൊടുക്കേണ്ടി വരും ഈ പാർട്ടി അടച്ചില്ലെങ്കിൽ. അപ്പൊ അത് ലോൺ കൊടുക്കുന്നവരോ പണം കൊടുക്കുന്നവരോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് അൾട്രാവയർ ആക്ട്. അപ്പൊ അൾട്രാവയർ ആക്ട് കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ജനറൽ മീറ്റിംഗിൽ ഈ അൾട്രാവയർ ട്രാൻസാക്ഷന്റെ ഓയിഡാക്കി മാറ്റാം. അവർ സമ്മതിക്കാതിരുന്നാൽ മതി. ഷെയർ ഹോൾഡർ ക്യാൻ ഗെറ്റ് ബാക്ക് ദ മണി പെയ്ഡ് ബൈ ഹിം ടു ദ കമ്പനി അണ്ടർ ദി അൾട്രാവയർ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. ഒരു ഡയറക്ടർക്ക് പവർ ഇല്ല, ബോർഡിന് പവർ ഇല്ലാതെ ഷെയർ അലോട്ട് ചെയ്ത് കുറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു കൊടുത്തു. ആ പണം തിരിച്ചു മേടിക്കാനുള്ള അധികാരം കമ്പനീസ് ആക്ട് തന്നെ ഈ അലോട്ടിക്ക് കൊടുക്കുന്നുണ്ട്, ഷെയർ ഹോൾഡർക്ക് കൊടുക്കുന്നുണ്ട്. അൾട്രാവയർ ആക്ടിലൂടെ ഷെയർ അലോട്ട് ചെയ്യാനായിട്ട് കമ്പനിക്ക് റൈറ്റ് ഇല്ല. എക്സാമ്പിൾ, ഇപ്പൊ കമ്പനിക്ക് 10 ലക്ഷം രൂപ അലോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ. പക്ഷെ കമ്പനി അലോട്ട് ചെയ്താക്കുന്നത് 10 ലക്ഷം അല്ല, കമ്പനി അലോട്ട് ചെയ്താക്കുന്നത് 12 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷമാണോ. അപ്പൊ അത് അൾട്രാവയർ ആണ്. അപ്പൊ ഈ 10 ലക്ഷത്തിൽ കൂടുതൽ ഷെയർ കൊടുത്ത ആർക്കാണോ അവർ കൊടുത്ത പണം തിരിച്ചു മേടിക്കാനുള്ള റൈറ്റ് കമ്പനീസ് ആക്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അതാണ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് അൾട്രാവയർ ആക്ട്. ഓയിഡ് അബിനിഷം എന്ന് പറഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ നടക്കണ എപ്പോഴാണോ അതിനുള്ള ഓയിഡാണ്. തുടക്കത്തിലെ പ്രാരംഭത്തിലെ അത് ഇല്ലീഗലാണ്, ഇൻവാലിഡ് ആണ്. അത് വാലിഡ് ആക്കാൻ പറ്റത്തില്ല. അതിനെ ജനറൽ മീറ്റിംഗ് വിളിച്ച് റാറ്റിഫൈ ചെയ്യാൻ പോലും പറ്റത്തില്ല. അതാ അതിന്റെ മീനിങ്. ഇൻജങ്ഷൻ, മെമ്പേഴ്സ് ക്യാൻ ഗെറ്റ് ഇൻജക്ഷൻ. ഒന്നാമത്തേത് കൊടുത്ത പണം തിരിച്ചു മേടിക്കുക. രണ്ടാമത്തെ ഷെയർ ഹോൾഡേഴ്സിന്റെ അൾട്രാവയർ ആക്ടിന്മേലുള്ള റൈറ്റ് ഇൻജങ്ഷൻ, കമ്പനിയുടെ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക. പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ്. പേഴ്സണൽ ലയബിലിറ്റി ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാല് ഈ അൾട്രാവയർ ആക്ട് ആണെങ്കിൽ ആ ആക്ടിന്റെ ഫലമായിട്ട് കമ്പനിക്ക് അല്ലെങ്കിൽ കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ ആ നഷ്ടം കമ്പനി തന്നെ അല്ല മീറ്റ് ചെയ്യേണ്ടത്. അത് എന്താണ് നമ്മുടെ ലിഫ്റ്റിംഗ് അപ്പ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ വരും എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കയ്യിൽ നിന്നല്ല കൊടുക്കണ്ടേ, ഡയറക്ടേഴ്സ് പേഴ്സണലായിട്ട് ലയബിൾ ആവും. അൾട്രാവയർ ആക്ടിലൂടെ പ്രോപ്പർട്ടി അക്വയർ ചെയ്തു അല്ലെങ്കിൽ സെക്യൂർ ചെയ്തു, ഇതിവിടെ എല്ലാം തന്നെ അതാണ് സംഭവിക്കുന്നത്. അൾട്രാവയർ ബോറോവിംഗ് ഡസ് നോട്ട് ക്രിയേറ്റ് റിലേഷൻഷിപ്പ് ഓഫ് ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ. റിലേഷൻഷിപ്പ് ഓഫ് എ കമ്പനി വിത്ത് മെമ്പേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ് ആസ് ബിറ്റ്വീൻ ഔട്ട്സൈഡേഴ്സ്, strangers and the company. The validation of act of unqualified directors may apply to circumstances from 2 different angles. ഒന്നാമത്തേത് 2 മാനങ്ങളിലാണ് അൺക്വാളിഫൈഡ് ഡയറക്ടേഴ്സ് അപ്ലൈ ചെയ്യുന്നത് അവരുടെ ആക്ഷൻസ് ബിറ്റ്വീൻ ഔട്ട്സൈഡേഴ്സ്, സ്ട്രേഞ്ചേഴ്സ് ആൻഡ് കമ്പനി. പിന്നെ in relation to internal affairs of the company, forgery and incompetent acts. ഫോർജറിയിലൂടെ ഇൻകോമ്പീറ്റന്റ് ആക്ടിലൂടെ ഡയറക്ടേഴ്സ് എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടോ, ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ആർ പേഴ്സണലി ലയബിൾ ഫോർ ദർ ആക്ഷൻ. ഡയറക്ടേഴ്സ് നോട്ട് അവെയർ ഓഫ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ. ഡയറക്ടേഴ്സ് ഡിസ്ക്വാളിഫിക്കേഷൻ വരാം. അപ്പൊ ഡയറക്ടേഴ്സ് ഡിസ്ക്വാളിഫിക്കേഷൻ അവെയർ അല്ലാതെ ആക്ട് ചെയ്താൽ ആ ആക്ട് ജനറൽ മീറ്റിംഗിൽ
കമ്പനി മെയിൻ ജനറൽ മീറ്റിംഗ് റാറ്റിഫൈ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഈവൻ ഇഫ് മെയ്ഡ് ബൈ ഡിഫാക്ടോ ഡയറക്ടർ. ഇപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ഡയറക്ടേഴ്സിന്റെ ആക്ഷൻ ആണെങ്കിൽ പോലും ജനറൽ മീറ്റിംഗിൽ അതിനെ വാലിഡേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ അതിനെ ശരിയായ ട്രാൻസാക്ഷൻ ആയിട്ട് റാറ്റിഫൈ ചെയ്യാം. ഇനി എക്സെപ്ഷൻസ് ടു ദ റൂൾ ഓഫ് ഇൻഡൂർ മാനേജർ. ഇൻഡൂർ മാനേജർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മെമ്മോറണ്ടം ആർട്ടിക്കിൾസ് ഒക്കെ നോക്കുക, ആ പവറാണ് അവർ വിനിയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോ അതിനപ്പുറത്ത് പവർ അവർ വിനിയോഗിക്കുന്നുണ്ടോ അല്ലെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതേസമയം തന്നെ നമ്മൾ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസോടെ നോക്കണം. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താന്ന് ചോദിച്ചാൽ, ഒരു കമ്പനിയിൽ ഫ്രോഡ് അല്ലെങ്കിൽ ഇല്ലീഗലായ ഇടപാടുകൾ നടക്കുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ കമ്പനിയിൽ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്തു, എന്നിട്ട് നമ്മൾ ആ കമ്പനിയുടെ നമ്മുടെ ഇടപാടിന്റെ ഫലമായിട്ട് കിട്ടാനുള്ള പൈസ കിട്ടിയില്ല എങ്കിൽ a loss is caused due to an action of a stranger with the company, even though this third party or this party has knowledge regarding what was going on in the company. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് പറയണത് കൺസ്ട്രക്റ്റീവ് നോട്ടീസോ മെമ്മോറാണ്ടം ആർട്ടിക്കിൾസോ അവർക്ക് അറിയാം. അതുകൂടാതെ അതനുസരിച്ചല്ല കമ്പനി നടക്കുന്നത്, കമ്പനിയുടെ പോക്ക് ശരിയല്ല എന്ന് അറിഞ്ഞ് കമ്പനിയിലേക്ക് നമ്മൾ മൂന്ന് കപ്പലിൽ കയറാന്ന് പറയണ്ട, അറിഞ്ഞുകൊണ്ടാണ് കമ്പനിയിൽ കയറിയെങ്കിൽ അങ്ങാർക്ക് പിന്നെ കമ്പനീസ് ആക്ട് പ്രകാരം നഷ്ടത്തിന് നികത്താനുള്ള മാർഗമില്ല. മണി ഈസ് പേയബിൾ ബൈ മെമ്പേഴ്സ് ഈസ് എ ഡെറ്റ്. അപ്പോ ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലേക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം മെമ്മോറണ്ടം അസോസിയേഷൻ പ്രകാരം കമ്പനി ഫോം ചെയ്തു. ആ കമ്പനി ഫോം ചെയ്തപ്പോൾ തന്നെ മെമ്മോറണ്ടത്തിൽ പേരും വെച്ചു. മെമ്മോറണ്ടത്തിൽ കമ്പനിയുടെ പേരും വെച്ചു. കമ്പനിയുടെ പേരും വെച്ച് കഴിഞ്ഞിട്ട് ഈ ആളെന്ത് ചെയ്യുന്നു വെച്ചാല് സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റൽ അടക്കേണ്ട ഡേറ്റ് അടച്ചില്ല. നമുക്കറിയാം ഇപ്പോഴത്തെ കമ്പനീസ് ആക്ടില് ഒരു കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഉള്ള കമ്പനി ആണെങ്കിൽ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ ഡേറ്റ് മുതൽ 180 ദിവസത്തിനുള്ളിൽ ആ സബ്സ്ക്രൈബ് ക്യാപിറ്റൽ പെയ്ഡപ്പ് ആയിരിക്കണം. അത് ബാങ്ക് വഴി വന്നിരിക്കണം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഡയറക്ടേഴ്സിന്റെ ഡിക്ലറേഷനോട് കൂടെ INC 20 എന്നൊരു ഫോമില് INC 20A എന്നൊരു ഫോമില് നമ്മളത് MCA ഫയൽ ചെയ്യണം. അങ്ങനെ കമ്പനിക്ക് കമൻസ്മെന്റ് സാധിക്കുള്ളൂ. ബിസിനസ് കമൻസ് ചെയ്യണമെങ്കിൽ തന്നെ ക്യാപിറ്റൽ പേഡപ്പ് ആവണമെന്നാണ്. അപ്പൊ അത് മെമ്പേഴ്സിന്റെ ബാധ്യതയാണ്. ലിമിറ്റഡ് ലയബിലിറ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട ക്ലോസ് ഇടാം എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ഇടണം, ഇല്ലെങ്കിൽ അവർക്ക് നിയമപരമായ ബാധ്യതയിലൂടെ അത് ഇടേണ്ട വരും. അപ്പോൾ മെമ്മോറാണ്ടം അസോസിയേഷനെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെയും നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ articles should be construed as a business document so as to give business efficacy preference to a construction which will prove unworkable. But the conduct of the parties reveals that there has been some practice in vogue for several years which was accepted by everyone concerned without any challenge or question. Then that practice in the course of long years in itself becomes an indication that the rules or articles which are framed by way of internal management were understood in that sense. Next is doctrine of alter ego. It is used by courts to ignore the status of shareholders, officers and directors of a company in reference to their liability in their respective capacity so that they may be held personally liable for their action. അതാണ് doctrine of alter ego. കമ്പനീസ് ആക്ട് പ്രകാരമാണ് കമ്പനി നടക്കുന്നതെങ്കിൽ, മെമ്മോറണ്ടം അസോസിയേഷനോ ആർട്ടിക്കിൾസ് അസോസിയേഷനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നെങ്കിൽ ലൈബിലിറ്റി എല്ലാം കമ്പനിയുടെയാണ്. അല്ലെങ്കിൽ ഈ ഡയറക്ടേഴ്സിന്റെ ആക്ഷനിലൂടെ ഉണ്ടായ ലൈബിലിറ്റി ഡയറക്ടേഴ്സിന്റെ പേഴ്സണൽ ലൈബിലിറ്റി ആയി മാറും എന്ന് കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രൊവിഷനാണ് ഡോക്ട്രിൻ ഓഫ് ആൾട്ടർ ഈഗോ. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ്. നിങ്ങൾ മെമ്മോറണ്ടം വായിക്കുക, ആർട്ടിക്കിൾസ് വായിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുകയായിരിക്കും നല്ലത്. മെമ്മോറണ്ടം ആർട്ടിക്കിൾസ് ലീഗൽ ഡോക്യുമെന്റ് ആണ്. അത് സെക്ഷൻ 8-10 അനുസരിച്ച് എൻഫോഴ്സിബിൾ ഡോക്യുമെന്റ് ആണ്. അപ്പൊ മെമ്മോറണ്ടം അസോസിയേഷനും ആർട്ടിക്കിൾ അസോസിയേഷനും പറഞ്ഞ കാര്യങ്ങൾ കമ്പനിക്ക് ചെയ്യാൻ ബാധ്യതയുണ്ട്. മെമ്പേഴ്സ് ബൗണ്ട് ടു ദ കമ്പനി. മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവര് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന എമൗണ്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ നിയമപരമായിട്ട് കമ്പനിക്ക് മെമ്പേഴ്സിൽ നിന്ന് അത് വസൂലാക്കാനുള്ള അധികാരം കമ്പനീസ് ആക്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കമ്പനി ഈസ് നോട്ട് ബൗണ്ട് ടു ഔട്ട്സൈഡേഴ്സ്. കമ്പനിക്ക് ഔട്ട്സൈഡേഴ്സിനോട് ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഇല്ല. അപ്പൊ ഈ ചാർട്ടർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം അസോസിയേഷനും ആർട്ടിക്കിൾ അസോസിയേഷനുമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ മെമ്മോറാണ്ടം അസോസിയേഷൻ എന്താണെന്ന് നമ്മുടെ ചാപ്റ്റർ 3
ലെസൺ 3 വായിച്ച് ആ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ 6 ക്ലോസ് നന്നായിട്ട് ബൈഹാർട്ട് പഠിക്കുക. അതിനുശേഷം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ ഡോക്ട്രിൻ ഓഫ് ആൾട്ടർ ഈഗോ, ഡോക്ട്രിൻ ഓഫ് ഇന്റർ മാനേജ്മെന്റ്, ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ടു ദ കമ്പനി, ലയബിലിറ്റി ഓഫ് കമ്പനി ടു ദ മെമ്പേഴ്സ്. ഈ പോയിന്റ്സുകൾ മാത്രമേ ഇതിനകത്ത് നന്നായിട്ട് മനസ്സിലാക്കാനുള്ളൂ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള ഓരോ ആർട്ടിക്കിളും തുടർന്ന് വരുന്ന ഓരോ ചാപ്റ്ററിലും നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ബൈ.